മല്ലിച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആശീർവാദവും എനിക്ക് ആവശ്യമാണ്. റവ വേണം, പിന്നെ അതിന് ആവശ്യമുള്ള പഞ്ചസാര വേണം, കാഷ്യൂ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം, ഏലക്കാപ്പൊടി വേണം, പിന്നെ കുറച്ച് കേസരി കളറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നെയ്യ് വേണം ആവശ്യത്തിന്. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് നെയ്യ് ഒഴിക്കാം. കാഷ്യും കിസ്മിസും വറുത്ത് പോരാം. പതുക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി. കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്കെടുക്കാം. കാഷ്യൂ വറുത്ത് കോരിയ ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പതുക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് റവയാണ് ഈ ഗ്ലാസ്സിന് എടുത്തിരുന്നത്. അപ്പോൾ അതിലൊരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, നെയ്യായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഒഴിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കളർ അതും കൂടി ഒഴിക്കാം. ഏത് ഗ്ലാസ്സിലെടുക്കുന്നോ അതിൻ്റെ 1/2 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. പക്ഷേ ഞാൻ ഇത്തിരി കൂടി കൂടുതൽ ഒഴിച്ചു. നമ്മൾ കുറച്ച് ഇത് നെയ്യ് ഒഴിച്ച് ഇത് വരട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ വെള്ളം തനിയെ കുറഞ്ഞോളും. അതിനു വേണ്ടിയാണ് വെള്ളം കൂടുതൽ ഒഴിച്ചത്. നമ്മൾ ഒഴിച്ച വെള്ളം ബോയിലായി തുടങ്ങി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. റവ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി റവ ഇതായി വരട്ടി വീണ്ടും നമുക്കൊരു സ്പൂണും കൂടി നെയ്യ് ഒഴിക്കാം. കാരണം ഇതായി വരുമ്പോൾ അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു സ്പൂൺ കൊണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കാം. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ ചെയ്യാം. ഞങ്ങൾ കുറവ് മധുരമാണ് എടുക്കുന്നത്. ഞാനതുകൊണ്ട് ഇത്തിരി ക്വാണ്ടിറ്റി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചത് ഞാൻ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ റവ ഇങ്ങനെ ഇതിൽ നിന്ന് വിട്ട് ഇതുപോലെ വരും. റവ വിട്ട് വരുമ്പോൾ നമ്മുടെ ഇത് പാകമായി നടക്കും. കേസരി റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടറോ ഗീയോ തടകിയ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ചേർക്കണം. ഞാൻ 1/2 ഗ്ലാസ് റവ എടുത്തെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയുടെ അളവും നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം.